ഹലോ ഗൈസ്, വാട്ട്സ് അപ്പ്? വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസേ. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. വാസ് ഗോയിങ് ത്രൂ ഹാർഡസ്റ്റ് ടൈംസ്. കുറച്ച് ലാസ്റ്റ് ഡേയ്സിലായിട്ട് നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിലായിരുന്നു. കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ച ഒരു പനി വന്നു, കോവിഡാണെന്ന് പറഞ്ഞു, ശ്വാസം മുട്ടൽ തുടങ്ങി, വയറൊന്നും പോകാണ്ടായി, വയറ്റിലേക്കൊന്നും എടുക്കാൻ പറ്റാണ്ടായി, വെള്ളം മാത്രം കുടിച്ച് അവസാനം ച്യൂ ചെയ്യൽ എങ്ങനെയെന്ന് വരെ മറന്നുപോയി. നമ്മൾ ഭക്ഷണം കഴിക്കൂലേ, ആ അവസ്ഥയിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഐ വാസ് സോ ഡൗൺ. ആ ഒരു വിട്ടൊരവസ്ഥയിലായിരുന്നു കുറച്ച് ഡേയ്സിൽ. ആൻഡ് ഇഷ്ടപ്പെട്ടൊരു കൂടെ നിന്നു, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. സോ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫിസിക്കലി, ഫിനാൻഷ്യലി, ഫാമിലി പ്രോബ്ലംസ്, കൂട്ടുകാരുടെ പ്രോബ്ലംസ്, അവരെന്നോട് മിണ്ടുന്നില്ല, ഇവൻ എന്നോട് മിണ്ടുന്നില്ല, അങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. ആവശ്യമില്ലാത്തതെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. എല്ലാ പ്രോബ്ലംസും അങ്ങോട്ട് ചെറുതാവും. ഈവൻ നിനക്ക് കൊടുക്കാനുള്ള 1000 കോടിയുടെ കടം വരെ ചെറുതാവും. രാവിലെ നീ സിമ്പിളായിട്ട് കരുതുന്ന പല കാര്യങ്ങളും നിന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ല, അതിൻ്റെയൊക്കെ വിലയുണ്ടല്ല. എവറി ടൈം യു വിൽ ബി ഗ്രേറ്റ്ഫുൾ. ഇങ്ങനത്തെ ഒക്കെ ഓരോ സാധനങ്ങൾ ഇറക്കി വരുന്നത് നല്ലതാണ്. നമ്മൾ സിമ്പിളാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കഠിനമായി തോന്നുമ്പോഴാണ് നമ്മൾക്ക് ആ സാധനത്തിനോട് ഒരു ഗ്രേറ്റ്ഫുൾനെസ് തോന്നുന്നത്. സോ ബി ഗ്രേറ്റ്ഫുൾ ടു ദ ഓക്സിജൻ യു ആർ ടേക്കിംഗ്, കാർബൺ ഡൈ ഓക്സൈഡ് യു ആർ ലൂസിങ്. ബി ഗ്രേറ്റ്ഫുൾ ടു എവറി ഡേ ദാറ്റ് യു ആർ വേക്കിംഗ് അപ്പ്. ബി ഗ്രേറ്റ്ഫുൾ ടു ദോസ് ഹു കെയർ അബൌട്ട് യു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഗ്രേറ്റ്ഫുൾ ആവുക. ബി ഗ്രേറ്റ്ഫുൾ. ഞാൻ പറയുന്നത് ഒരു പവറിനോടോ ഒരു സംഭവത്തിനോടോ ഗ്രേറ്റ്ഫുൾ ആവുക എന്നല്ല. ബി ഗ്രേറ്റ്ഫുൾ ടു യുവർ സെൽഫ്. അപ്പോൾ നമുക്ക് തുടങ്ങാനുള്ളത് കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട് കേട്ടോ. നമുക്ക് കഷ്ടപ്പാടിലായിരുന്നു നമുക്ക് കഷ്ടപ്പാട് വെച്ചിട്ട് തുടങ്ങാം. കഷ്ടപ്പാട്. നമ്മളെ ബില്ലു, CJJ ആൻഡ് എഫി, അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് മൈക്കിൾ. തുടങ്ങല്ലേ. അതിനു മുമ്പ് കഷ്ടപ്പാടിൻ്റെ ഒരു റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് വീഡിയോ അതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഷ്ടപ്പാടാണ്. അതിൻ്റെ കാരണം ഞാൻ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻലി അതിലെ കുറച്ച് ഫ്രെയിമുകളുണ്ട്. ലൈക്ക് ഒരു മ്യൂസിക് വീഡിയോ ഈസ് നോട്ട് അബൌട്ട് നിങ്ങൾ എത്രത്തോളം ഒക്കെ അതിൻ്റെ കാര്യമുണ്ട്. ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ബട്ട് ആ ഒരു സ്റ്റോറി ടെല്ലിങ്, ഈവൻ ആ ഗ്രേഡിൽ, ആ ഒരു കളർ ഷെയ്ഡ്സിൽ, അതിൽ ത്രൂ ഒക്കെ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും അതിൽ എത്രത്തോളം ഇമോഷണലി ഡെപ്ത് കൊടുത്തിട്ട്, ഇന്നർ മീനിങ്സ് കൊടുത്തിട്ട്, ഇതിന് അത്രത്തോളം ആ മ്യൂസിക് വീഡിയോക്ക് അത്രത്തോളം ചിലവഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ആൻഡ് ദറ്റ് ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് സംതിങ് എൽസ്. ഒരു നാച്ചുറാലിറ്റി ഭയങ്കരമായിട്ട് കണക്റ്റായി എനിക്ക്. ബാക്കി ഞാൻ ഇതിങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ പറയാം. അപ്പോൾ കഷ്ടപ്പാട് തുടങ്ങല്ലേ. കഷ്ടപ്പാട് ഇത് ഒരു അത്ഭുത വിളക്കിൻ്റെ ഉള്ളിൽ ഒരു ജിന്ന്, ഒരു ഭൂതം പോകുന്ന പോലെയാണ് കാണുന്നത് ഫസ്റ്റ് തന്നെ. അതായത് ഒരു തേർഡ് പേഴ്സൺ വ്യൂ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളെ ബില്ലു, നമ്മൾ കാണികൾ ആരൊക്കെയാണോ അതുപോലെയാണ് ബില്ലുവിൻ്റെ ഒരു വ്യൂ വരുന്നത്. രണ്ടാളുടെ ഭാഗത്ത് നിന്നും എല്ലാം കാണുന്ന ഒരു ജിന്ന്. നമ്മുടെ KL10 എന്ന മൂവിയിൽ നമ്മുടെ ബാസിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഒരു ജിന്നായിട്ടുള്ള. ഏകദേശം അതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സാധനമാണ് അതിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു കാൽപാദത്തിൻ്റെ ഷെയ്ഡ്സ് കണ്ടോ? അതായത് ഫസ്റ്റത്തെ കാൽപാദം വല്ലാണ്ട് ഇതില്ല, ആയിന്ന് പോയിട്ടില്ല. ലൈക്ക് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഹി ഈസ് നോട്ട് അറ്റ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ജിന്ന് ഈ വിളക്കുന്ന് ഇറങ്ങി വന്ന് കാൽപാദം ഉറച്ചിട്ട് ഇങ്ങോട്ട് പോവുകയാണ്. സോ ആ ഒരു പ്രോസസ്സ് മനസ്സിലായ? ഡീറ്റെയിലിങ് കിട്ടിയ മൈക്കിളെ? ഡീറ്റെയിലിങ് കിട്ടിയ? അതൊരു കപ്പൽ അവിടെ നിൽക്കുന്ന, ഒരു കപ്പൽ അവിടെ നിന്ന് ഇങ്ങനെ പിരിഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു കപ്പൽ അവിടെ തന്നെ നിന്ന് ഒരു കപ്പൽ ഇങ്ങനെ പിരിഞ്ഞു പോയി. MHR ആണ് ഈ ഇൻട്രോ സാധനം കൊടുത്തിട്ടുള്ളത്, മ്യൂസിക്. ഈ ഒരു എന്താ പറയുക, ഒരു ഇമോഷൻ ഉണ്ട് ആ ഫ്രെയിമിൽ. ഈവൻ ആ ഒരു സ്ലോ തണ്ടർ സ്റ്റോം ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരു ഇമോഷൻ അതിൽ ഫീൽ ചെയ്ത്. ഐ എം ജസ്റ്റ് സെയിങ് മൈ തിങ്സ് ഇട്ടാ.
മനസ്സിലഞ്ഞൊരു കാലം തൊട്ട് മനമലിവിന്റെ ചള്ളക്ക് കൊട്ട് മതി നല്ലവനായൊരു തട്ട് അനക്കിനി ഹാറാമിന്റെ കൂട്ട് ഇനി പിടിപടി വാളിലൊരടവ് ഇരവിൽ തിരുതെന്നണ കടവ് അലമാടിൽ വരക്കണ മുറിവ് മറന്നാൽ മറമാടണ തെരുവ് എടിമടികളെ കടിമുടികളെയുടെ കടലിന്റെ കരയിലെ കടലിലിറങ്ങാം ഇത് പൊതുവഴിയാക്കണ പതിവത് പതിയെ പടർന്നാൽ പടമായി തൂങ്ങാം ഇനി ചതിവതി ചെയ്തൊരു ജയത്തിന്റെ ചപ്പ ചളുക്കി ചപ്പിലിറക്കാം പടിമരം മുതൽ ചിതലരിക്കണ തടി ചെത്തി മിനുക്കി. എന്റെ ഏറ്റവും ഫേവറേറ്റ് ലൈൻസ് ആണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് ബില്ലുവിന്റെ അടുത്തുനിന്ന്. മരവിച്ച മനസ്സൊരുക്കാനത് പേരിക്കൊണ്ടൊരഴക് കായ്ക്കുള്ള കനക് പൊട്ടിക്കണത് കൊണ്ട് ഇവിടെ എത്തിപ്പെട്ട് നഷ്ടമായി ദിനം എണ്ണിക്കൂട്ടി പോയ കാലം അത് വള്ളിക്കെട്ട് അതിലർത്ഥം കണ്ടെന്നിന്റെ കൂട്ടും വിട്ട് രക്ഷ തേടി എന്റെ പാട്ട് കേട്ട് കുറെ നല്ല ആളുകളെ പരിചയപ്പെട്ടത് ഇപ്പൊ ഒപ്പമാണ്ടി എന്റെ കൂടെ എന്നും അവർ നഷ്ടമാവാതെ സ്വർണ്ണ കട്ടി മിച്ചം വെച്ചിരുന്ന പന്നി കുട്ടി ഇന്ന് കാലി താങ്ങി നിന്ന് രക്ഷപ്പെട്ട് കൂടെ നിന്നവരെ ചേർത്ത് പിടിച്ചിറകയാണ് എന്നും തിക്കുമാറി ഒന്ന് വീശ കാറ്റിൽ നിന്ന് വിട്ടുമാറാത്ത മൂടിക്കെട്ടല തെക്ക് ഒടുക്ക് നിന്ന് ചാടിക്കളിച്ചിറക്ക ഫേക്ക് കാണിച്ചുള്ള കൂട്ടുകെട്ടില പലതും മറന്ന് പലതും നടിച്ച് നടന്ന് ഇവിടെ ഇവിടെ CJJ ആ ഒരു CJJ എഫിയുടെ അടുത്തുനിന്ന് ആദ്യം CJJ ആയിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നിൽ നിന്ന് ചെയ്തിരുന്നത്. എന്നിട്ട് പിന്നെ CJJ ലൈക്ക് ഹീ സെഡ് ലൈക്ക് നമുക്കിതൊക്കെ നിർത്താം, നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ കുറേ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം, ഇങ്ങനെ തെറ്റുകളിലൂടെ ഈ തെറ്റായ മാർഗത്തിലൂടെയുള്ള പൈസ ഉണ്ടാക്കൽ നമുക്ക് നിർത്താന്നൊക്കെ പറഞ്ഞിട്ട് CJJ പിന്നെ അവിടെ നിന്ന് ഒരു പള്ളിയിൽ നിന്നുള്ള ഷോട്ടാണത്. അവൻ നിസ്കരിക്കുന്നു, അവൻ പള്ളിയിൽ പോകുന്നു, അവൻ ദൈവത്തോട് അടുക്കുന്നു, സ്പിരിച്വലി അവന് ദൈവത്തോട് അടുക്കുന്നു. അതുപോലെ അവൻ പല രീതിയിലും ഇതാവുന്നുണ്ട്. നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ പള്ളിയിൽ നിന്നുള്ള ഷോട്ടില് അവൻ ആ ഒരു സലാം കിട്ടുന്ന ഭാഗത്ത് ഒരു കമ്പനി വെഡിങ് പറഞ്ഞിട്ട് അവൻ്റെ ഒരു ഇമോഷൻ ഫ്ലോ ചെയ്യുന്നുണ്ട് അവൻ്റെ ആക്ടിങ്ങിലൂടെ CJJയുടെ ഭാഗത്ത്. കമ്പനി നേരത്തെ അടഞ്ഞ് എഫി അതായത് രണ്ട് കൂട്ടരുണ്ടായിരുന്നു പണ്ട് ഒരേപോലെ റാമ്പറപ്പും ഒരേപോലെ പല തെറ്റായ രീതിയിലൂടെ പൈസ ഉണ്ടാക്കി അങ്ങനെ നടന്നിട്ടുള്ള രണ്ട് കൂട്ടരായിരുന്നു. അതിൽ ഒരുത്തനായിരുന്നതൊക്കെ ചെയ്തിട്ട് ഇവനക്ക് കാണിച്ചു കൊടുത്തിരുന്നു. എഫിക്ക് കാണിച്ചു കൊടുത്ത ആളായിരുന്നു CJJ. അവനക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, പണി കിട്ടും എന്നുള്ളത് മനസ്സിലായി. അവൻ അതിന് മാറിയിട്ട് അവൻ നന്നായി തുടങ്ങി. പക്ഷേ എഫി ഇതിൽ തന്നെ സ്റ്റക്കായി. അതാണ് ഒരു കപ്പൽ ഇങ്ങനെ നിൽക്കുന്നു, ഒരു കപ്പൽ അവിടെ നിന്ന് ഇങ്ങനെ അകന്നു പോണ ഒരു സാധനം കണ്ടില്ലേ. ഒരു കപ്പൽ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്, ഒരു കപ്പൽ അവിടെ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നുണ്ട്. അകന്നു പോകുന്ന രണ്ട് കൂട്ടുകാർ ഒരാളെ നഷ്ടപ്പെട്ടത്, അങ്ങനെയൊക്കെ ഇതിൽ ആ ഒരു ഫസ്റ്റത്തെ ഫ്രെയിമിൽ തന്നെ സിംബലൈസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പണ്ട് CJJ വന്ന ഭാഗത്താണ് ഇപ്പൊ എഫി നിൽക്കുന്നത്.
വെറുത്തപ്പ തന്നെ ചിലക്കണ്ട വെറുത്തപ്പ ചിലക്കണതൊക്കെ തന്നെ പറ്റി നല്ല തെറിയ കുടുംബത്തിൽ തന്നെ കിടക്കണ്ട കിടന്നിട്ട് തന്നെ കുറ്റമൊത്തം പറഞ്ഞിരിക്കണ തരമാ വെറുതിരിക്കണ്ട വേർതിരിക്കണ്ട മറപ്പിടിക്കണ്ട വെറുതെയാ കനവ് പറയൂ പലതരക്കത്തെ കിണറിയു വിരിയു നിറയു കണ്ണുനീരു കടിഞ്ഞ് തിരിഞ്ഞു തിരിപ്പിച്ച ലോകം എന്റെ കുഞ്ഞി തേടിയ വണ്ടി മൊത്ത കഴുത്തിലെങ്ങും ചുറ്റിക്കറും ആരൊക്കെ വരണേ ആരൊക്കെ പോവണേ ആരക്കൂടെ കൂടുന്ന കുടുംബം തന്നെ നെഞ്ചത്തൊക്കെ ചൊത്തപ്പാട് കാണണ് വേദനയില്ല തിരട് കൂടിപ്പോയത് ഇരണ്ട് കണ്ടു പൊന്തി പിന്നെ ചത്തുപോ ഒരു ഫ്രെയിമുണ്ട്. അതായത് പോയത് അവസാനം അവനിഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ പോയത്. അവൻ്റെ അമ്മക്ക് അവൻ്റെ കൂട്ടുകാരന് അവർ മാത്രമേ അവനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. അവനെ ഇഷ്ടപ്പെടുന്നവർ അവനെ സ്നേഹിക്കുന്നവർ അവനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. ആൻഡ് ദെൻ 3 പെർസ്പെക്റ്റീവ്. ഇത് എഫി, അതായത് ഒരു തെറ്റ് കണ്ടിന്യൂ ചെയ്ത് അതൊന്നും മാറാണ്ട് അതിൻ്റെ ഒരു ഇരയായി തീർന്ന ഒരാൾ എഫി. CJJ ആദ്യം തെറ്റ് ചെയ്തിരുന്നു, പക്ഷേ അതിന് മാറാൻ ശ്രമിച്ചു. അവന് നല്ലൊരു ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു CJJ. ബില്ലുവിൻ്റെ ക്യാരക്ടർ ഇത് രണ്ട് സൈഡിൽ നിന്നും കാണുന്നുണ്ട്. ആൻഡ് ഹീസ് ഹാവിങ് ദാറ്റ് ചോയ്സ്. നമ്മളെ പോലെ, അതായത് നമ്മളിത് എല്ലാതും നമ്മളെ മുന്നിൽ നിന്ന് നമ്മൾ കാണുകയാണ്. സോ ബില്ലു ഇതിൽ നമ്മളെ റപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. സോ അതാണ് 3 ക്യാരക്ടർ അവിടെ വന്നത്. അപ്പോൾ ഇതാണ് മൈ റിയാക്ഷൻ ടു കഷ്ടപ്പാട്. എന്താണ് ഇത് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, പല ഡീറ്റെയിലിങ് ഭയങ്കര ചെറിയ രീതിയിൽ ഭയങ്കര നല്ല കുറേ ഫ്രെയിംസും കുറേ ഡീറ്റെയിലിങ്ങും കുറേ ഫ്രെയിമിലൂടെ കഥ പറഞ്ഞിട്ടുണ്ട്. കുറേ നല്ല വൃത്തിക്ക് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. കുറേ ആവശ്യമില്ലാണ്ടുള്ള ഫ്രെയിമും ആവശ്യമില്ലാത്ത ഫ്ലെക്സിങ്ങും ഒന്നുമില്ല. ലൈക്ക് എവറി ഫ്രെയിം ടെൽസ് എ സ്റ്റോറി ദർ. അതുകൊണ്ടാണ് റീസെൻറ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞത്. ഇതുപോലത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് നമ്മളെ അലിഫിൻ്റെത്, അങ്ങനത്തെ ചില സാധനങ്ങളുണ്ടല്ലോ, ഈ ലൈക്ക് അതിനൊരു വേറെ തന്നെ ഒരു ക്വാളിറ്റി സ്റ്റഫായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ അല്ല, ഇതാണ് എൻ്റെ റിയാക്ഷൻ ആൻഡ് റിവ്യൂ ടു കഷ്ടപ്പാട് ബൈ ബില്ലു, CJJ, എഫി ആൻഡ് ഡയറക്റ്റഡ് ബൈ മൈക്കിൾ. ഇതിൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസർ ബില്ലു ആണ്. മിക്സ് ആൻഡ് മാസ്റ്ററിങ് സുശീലൻ. ഇൻട്രോ BGM MHR. പിന്നെ ഔട്ട്രോ BGM ആൻഡ് SFX ഡാസി. ആൻഡ് വീഡിയോ പ്രൊഡ്യൂസർ ബൈറ്റ്സ്. ഡയറക്ഷൻ മൈക്കിൾ. DOP മർവാൻ മുൻസിർ. അസോസിയേറ്റ് ഡയറക്ടർ അഫ്രീൻ സലീം. DI സരുൺ. ആർട്ട് ഡയറക്ടർ അഷ്ഫാഖ് ഷാൻ. കോസ്റ്റ്യൂം ഡിസൈൻ ബില്ലു. റോസ്. ആക്സസറീസ് MHRൻ്റെ കുസൈ സ്റ്റോറ്. പ്രൊഡക്ഷൻ മാനേജർ റബ്ബാനി. കാസ്റ്റ് നിഷ ബാബു എനിക്ക് തോന്നുന്നത് നമ്മുടെ എഫിയുടെ ശരിക്കുള്ള ഉമ്മയാണ് കേട്ടോ. ഞാൻ മൈക്കിളിൻ്റെ സ്റ്റോറി ആയിട്ടൊക്കെ കണ്ടു തോന്നുന്നുണ്ട്, അതിലങ്ങനെ പറയുന്നുണ്ട്. ആൻഡ് താജ് ബക്കർ, ജഗൻ VP. പോസ്റ്റ് ഡിസൈന് കോസ്മിക് സ്റ്റുഡിയോസ്. റെക്കോർഡ് ലാബിൽ ഡെവിൽ ഇൻസൈഡ്. ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ മലയാളം ഹിപ്പ് ഹോപ്പ് റിലേറ്റഡ് കോണ്ടൻസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ഫോർ ദ കൾച്ചർ. പീസ്.